ഫയർഫോഴ്സിനെ കബളിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. കണ്ണമ്മൂല സ്വദേശി രതീഷിനെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. മാനവീയം വീഥിയിലെ മരത്തിൽ ബൈക്കിന്റെ താക്കോൽ കുടുങ്ങി എന്ന് പറഞ്ഞ് 20-ാം തീയതി അർദ്ധരാത്രിയാണ് ഫയർഫോഴ്സ് ഓഫീസിലേക്ക് ഇയാൾ വിളിച്ചത്. താക്കോൽ കണ്ടെത്താൻ മരത്തിൽ പിടിച്ചു കുലുക്കിയ ഫയർഫോഴ്സിനെ കണ്ട് യുവാവ് പൊട്ടിച്ചിരിച്ചു. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇതൊരു പാഠം ആയിരിക്കണമെന്നാണ് അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു കോള് കിട്ടുന്നത് ഇങ്ങനെ താക്കോൽക്കൂട്ടം കളഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഓൺ ദി സ്പോട്ട് നമ്മൾ ഒരു കോള് കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് തിരിച്ച് വിളിച്ച് അത് കൺഫേം ചെയ്തപ്പോൾ പോലും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ അവിടെ എത്തുകയുണ്ടായി. നമ്മൾ എമർജൻസി സെന്റർ എന്നുള്ള വലിയ വണ്ടി കൊണ്ടാണ് പോയത്. അവിടെ എത്തി അപ്പോഴാണ് നമ്മൾ കബളിപ്പിക്കപ്പെട്ട വിവരം നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത്യാവശ്യം മദ്യലഹരിയിലായിരുന്നു. ആ താക്കോൽക്കൂട്ടം ആക്ച്വലി കളഞ്ഞു പോയിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഐടിയുടെ മുകളിൽ കയറി അവിടുന്ന് ടോർച്ച് അടിച്ച് കാര്യങ്ങളൊക്കെ നോക്കി കുലുക്കി നോക്കി. പക്ഷെ അത്തരത്തിൽ സംഭവങ്ങൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പിന്നീടാണ് നമ്മൾ മനസ്സിലാവുന്നത് കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം. അതിനുശേഷം നമ്മളത് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അത് ഇനിയിപ്പോൾ നിലവിൽ പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ടൊരു മെസ്സേജ് എത്തണം. കാര്യം ഫയർഫോഴ്സ് ഒരു അടിയന്തര സേനയാണ്. അവരെ കബളിപ്പിക്കുന്നത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് തന്നെയാണ്. തിരുവനന്തപുരത്തെ സംഭവത്തെക്കുറിച്ചാണ് അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചത്. ഇതിന്റെ പൂർണ്ണരൂപം ഡാൻ കുര്യനാണ് നൽകുക. ഞാനിപ്പോൾ നിൽക്കുന്നത് മാനവീയം വീഥിയിൽ നിന്ന് ആൽത്തറ ജംഗ്ഷനിലേക്ക് തിരിയുന്ന വഴിക്ക് സമീപത്താണ്. ഇതിന് എനിക്ക് തൊട്ട് പിന്നിലായിട്ട് പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് ഉണ്ട്. മാനവീയം വീഥിയിലെ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11:45 ഒരു യുവാവ് ഫയർഫോഴ്സ് ഓഫീസിലേക്ക് വിളിച്ച് താൻ ഈ താക്കോൽ കൂട്ടം കൈവെള്ളയിലിട്ട് മുകളിലേക്ക് ഉയർത്തിയെറിഞ്ഞ് കളിക്കുന്നതിനിടയിൽ ഈ താക്കോൽ കൂട്ടം മരത്തിന് മുകളിൽ കുടുങ്ങി എന്ന് പറഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്നത്. തനിക്ക് വീട്ടിൽ പോകാൻ മറ്റു നിർവാഹമില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി ഈ താക്കോൽ കൂട്ടം കണ്ടെത്താൻ സഹായിക്കണമെന്ന ദയനീയമായ സ്വരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് എത്തിയ ഫോൺ കോൾ. ഉടൻ തന്നെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും, അതായത് ഈ നൈറ്റ് വിഷൻ സംവിധാനങ്ങളുമായി ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് പാഞ്ഞെത്തുന്നു. ഇവിടെ എത്തിയതിനു ശേഷം ഈ ആൽത്തറ ജംഗ്ഷനിലേക്ക് തിരിയുന്ന വഴിയിലുള്ള ഒരു വലിയ വൃക്ഷമാണ്. ഈ വൃക്ഷത്തിന്റെ ശിഖരത്തിലാണ് ഈ താക്കോൽ കൂട്ടം ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞ് കളിക്കുന്നതിനിടയിൽ അത് മുകളിൽ കുടുങ്ങിയെന്ന ഈ യുവാവ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അവരുടെ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ വാഹനത്തിന് മുകളിൽ കയറി നിന്ന് വലിയ ടോർച്ചുകൾ അടിച്ച് ഈ ശിഖരങ്ങൾ പരിശോധിക്കുന്നു. അതിനുശേഷം ആ ശിഖരങ്ങൾ അവരുടെ കൈവശമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ശക്തമായി കുലുക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴൊന്നും ഈ താക്കോൽ കൂട്ടം താഴെ വീഴുന്നില്ല. പെട്ടെന്ന് ഈ യുവാവിനോട് കാണുന്നില്ലല്ലോ ഈ താക്കോൽ കൂട്ടം എന്ന് പറയുമ്പോൾ ഇയാൾ ഈ താഴെ വീണിട്ടുണ്ടാവാം എന്ന് പറയുന്നു. അങ്ങനെ ഈ പരിസരം മുഴുവൻ, ഇവിടെ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വലിയ കുഴികളൊക്കെ നേരത്തെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്ന നിർമ്മാണം പൂർത്തിയാകുന്നുള്ള ആ കുഴികളിലടക്കം വിശദമായ പരിശോധന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ അർദ്ധരാത്രി നടത്തുന്ന സാഹചര്യം. ഈ സമയത്ത് ഈ യുവാവ് ഇവിടെ മാറി നിന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന കാര്യം അഗ്നിശമന സേന ഉറപ്പിക്കുന്നത്. തുടർന്ന് അവർ മ്യൂസിയം പോലീസിനെ വിവരമറിയിക്കുന്നു. മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ കണ്ണമ്മൂല സ്വദേശിയായ രതീഷാണ് ഇയാളെന്ന് ബോധ്യമാകുന്നു. മുൻപും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസിലടക്കം പ്രതിയാണ് രതീഷ്. ഇയാൾ ഫയർഫോഴ്സിനെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തതെന്നാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമാക്കിയത്. തുടർന്ന് മ്യൂസിയം പോലീസ് ഈ അവശ്യ സർവീസായ ഫയർഫോഴ്സിന്റെ സേവനം തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ അവരെ കബളിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി 118B വകുപ്പ് ചുമത്തി ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് ഇതിനെ വളരെ ഗൌരവത്തോടെയാണ് കാണുന്നത്. സംസ്ഥാനത്ത് ഈ മഴക്കാലമാണ്. അടിയന്തര ആവശ്യങ്ങൾക്ക് അഗ്നിശമന സേന പൂർണ്ണ സജ്ജമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വ്യാജ സന്ദേശങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ അവശ്യ സേവനങ്ങൾക്ക് എത്തപ്പെടാൻ വൈകുന്ന സാഹചര്യം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇത്തരം ഫോൺ കോളുകൾ മാറുന്ന പശ്ചാത്തലത്തിലാണ് ഇതിനെതിരെ ഗൌരവതരമായ നടപടി എടുക്കണമെന്ന ആവശ്യവുമായി അഗ്നിശമന സേന തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. റൈറ്റ്, ഡാൻ കുര്യൻ തന്നെ ചേരുന്നുണ്ട്. ഡാൻ, ഒരുപക്ഷെ പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടാകാം ഇത് അത്ര വലിയ സംഭവമാണോ എന്ന്. അവിടെയാണ്, അതായത് നമ്മുടെ ഫയർഫോഴ്സ് സേനാ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജോലി തിരക്കുള്ള സമയമാണിത്. മഴക്കാലം ആണ്, നിരവധിയായ അപകടങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ഇപ്പോൾ
ഒരു ഫോൺ കോൾ വരുമ്പോൾ അതൊരു ചെറിയ സംഭവമാണ്. ഒരു വ്യക്തിയുടെ താക്കോൽ കൂട്ടം നഷ്ടമാകുന്നു. അത് തിരയുന്നതിന് വേണ്ടിയാണ് ഫയർഫോഴ്സിനെ സമീപിക്കുന്നത്. അപ്പോൾ പോലും ആ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രശംസനീയമായ ഒന്ന്. നിങ്ങൾ അവിടെ വേണമെങ്കിൽ നോക്കൂ എന്നൊന്നും പറഞ്ഞ് കൈയൊഴിയുകയല്ല ചെയ്തത്. ആ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം അവിടെ എത്തുന്നു, ആ താക്കോൽ കൂട്ടം പരിശോധിക്കുന്നു. അതിനിടയിലാണ് ഇവർ കബളിപ്പിക്കപ്പെട്ടു എന്ന് അറിയുന്നത്. അപ്പോൾ എത്രമേൽ ശിക്ഷ അർഹിക്കേണ്ട അല്ലെങ്കിൽ കുറ്റകരമായ ഒന്നാണിത്. ഉദ്യോഗസ്ഥരെ അനാവശ്യമായി അവിടേക്ക് എത്തിക്കുന്നു, അവരെ പറഞ്ഞ് പറ്റിക്കുന്നു, അവരുടെ വിലപ്പെട്ട സമയം നഷ്ടമാക്കുന്നു. അഭിലാഷ്, രാത്രി പകലാക്കി ഉറക്കളച്ചിരുന്ന് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി അത് വെള്ളം കയറിയതായാലും തീ പിടിച്ചതായാലും അപകടമുണ്ടായതായാലും മരം വീണതായാലും മറ്റ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളായാലും എല്ലാ അപകട മേഖലകളിലേക്കും ഏതൊരു സമയത്തും യാതൊരു തടസ്സവുമില്ലാതെ ബന്ധപ്പെടാനും കൃത്യമായി അതിന്റെ കൃത്യമായ ഇടപെടൽ നടത്തി നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ നമ്മളെ കൃത്യമായി സഹായം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനത്തിന്റെ സേനാ വിഭാഗമാണ് അഗ്നിശമന സേന. അവർ വിവിധ ഭാഗങ്ങളിൽ ഏതോ വ്യക്തികളുടെ മനോവൈകൃതം, അങ്ങനെ തന്നെ പറയേണ്ടി വരും, മനോവൈകൃതത്തിന് ഇരകളായി കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിലത്തേത് മാത്രമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മാനവീയം വീഥിയിലുണ്ടായത്. സ്വാഭാവികമായി ഇത് മഴക്കാലമാണ്. വലിയ തരത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള സാഹചര്യങ്ങളുണ്ട്. വലിയ തരത്തിൽ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായി. അത് ദുരന്തങ്ങളായി മാറുന്ന കാഴ്ചകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ സദാ ജാഗരൂകരായി ഇരിക്കുന്ന അഗ്നിശമന സേനയാണ് ഒരു മനോവൈകൃതത്തിന്റെ പേരിൽ വെറുതെ അങ്ങ് കബളിപ്പിച്ചേക്കാമെന്ന് കരുതി ഇത്തരം തമാശകളിൽ ഏർപ്പെടുകയും ആ തമാശകൾ പിന്നീട് ഈ സേനയുടെ സേനാംഗങ്ങളുടെ പ്രയത്നത്തിന്റെ വിലയില്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് അവബോധം പൊതുജനങ്ങളിൽ ഉണ്ടാക്കുക എന്ന അതേ ഗൌരവത്തോടെ തന്നെ ഈ തിരുവനന്തപുരം മാനവീയ വീഥിയിലുണ്ടായ സംഭവത്തെ ഈ താക്കോൽ കൂട്ടം കളഞ്ഞുപോയി എന്ന് വിളിച്ച് പറഞ്ഞ് അഗ്നിശമന സേനയെ ഫോണിൽ വിളിച്ച് കബളിപ്പിച്ച യുവാവിനെതിരെ നടപടി തക്കതായി എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അഗ്നിശമന സേന തന്നെ രംഗത്തെത്തുകയും മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ അഗ്നിശമന സേനയുടെ കൺട്രോൾ റൂമിന്റെ മുമ്പിലാണ്. നമുക്കറിയാം, ഇവിടെ ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന തരത്തിൽ സജ്ജരായി നിൽക്കുന്ന വാഹനങ്ങൾ, അതിന്റെ ഡ്രൈവർമാർ, മറ്റ് ഫയർ ഓഫീസർമാർ, അതിനകത്താണ് ഈ കൺട്രോൾ റൂം ഉള്ളത്. ഇപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നതിന് തൊട്ട് പിന്നാലെ സഡൻ ആയിട്ടുണ്ടാകുന്ന ആക്ഷൻ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അകത്തേക്ക് ഒരു ഫോൺ കോൾ എത്തി, അത് മൈക്കിലൂടെ അനൗൺസ് ചെയ്തു. സൈറൺ മുടക്കിക്കൊണ്ട് ഇവിടുന്ന് അഗ്നിശമന സേനയുടെ വാഹനം ഏതാനും മിനിറ്റുകൾക്കകം ഇവിടുന്ന് പുറപ്പെടുകയാണ്. അത്രമാത്രം കാര്യക്ഷമമായിട്ടാണ് അവർ ഇവിടെ ജാഗരൂകരായി ഇരിക്കുന്നത്. കാരണം ഈ എത്രയും പെട്ടെന്ന് ഒരു മിനിറ്റ് നേരത്തെയെങ്കിലും ആ ഫോൺ കോൾ എത്തിയ സ്ഥലത്തേക്ക് എത്തി അപകടത്തിൽപ്പെടുന്നവരെ അവിടുന്ന് രക്ഷപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതാ ഇപ്പോൾ ഒരു ഫോൺ കോൾ എത്തിയതിന് പിന്നാലെ ആ അപകട മേഖലയിലേക്ക് കുതിച്ചു പായുകയാണ് നമ്മുടെ അഗ്നിശമന സേനാ വിഭാഗം. അത്തരത്തിൽ സജ്ജമാണ് നമ്മുടെ സേന. അതിന് കൃത്യമായി അവിടെ മുമ്പിൽ നിന്ന് വലിയ ഗതാഗത കുരുക്കുണ്ടാകുന്ന സ്ഥലമാണ്. അവിടെ വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ അഗ്നിശമന സേനയുടെ വാഹനം, ആധുനിക സജ്ജീകരണങ്ങളുള്ള ഈ വാഹനം ഇപ്പോൾ ഈ അപകട സ്ഥലത്തേക്ക് പോകുന്നത്. ഇതൊരു ഉദാഹരണം. ഇത് തുടർച്ചയായി ഇവിടെ ഉണ്ടാകുന്ന സ്ഥലമാണ്. എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത്രയും ഉദ്യോഗസ്ഥർ വീണ്ടും അവിടെ സജ്ജരായി നിൽക്കുകയാണ് അവിടേക്ക് എത്തുന്നതിന് വേണ്ടി. അത്തരത്തിൽ സദാ ജാഗ്രതയോടെ ഈ പ്രവർത്തന മേഖലകളിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്ന ഒരു സേനയാണ് അഗ്നിശമന സേന. അവരെ ഇത്തരത്തിൽ കബളിപ്പിക്കുന്നതിനുള്ള നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള മനോവൈകൃതമാണ് ഇത്തരം അതാണ്. അതായത് ഡാൻ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ അഗ്നിശമന സേനാ കേന്ദ്രത്തിൽ നിന്നൊരു വാഹനം പുറപ്പെടുന്നത്. അത് എവിടെ നിന്ന് വന്ന ഫോൺ കോളാണ്, എന്താണ് ആ അപകടം, ഇതൊന്നും നമുക്കറിയില്ല. അതിന്റെ വ്യാപ്തിയും വലിപ്പവും ഒക്കെ ആ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് അറിയുന്നത്. അപ്പോഴും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അതൊരു ഫേക്ക് കോൾ ആകാൻ പാടില്ല ഡാൻ, അതിങ്ങനെ ആകരുത് എന്ന ബോധവൽക്കരണത്തിന് കൂടി തന്നെയാണ് നമ്മൾ ഈ വാർത്തയ്ക്ക് ഇത്രയും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതാണ് അഗ്നിശമന സേനാ കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. അത്രമേൽ സജ്ജമായിരിക്കുന്ന അവർ, പരിമിതമായ ശേഷിയെ അവർക്കുള്ളൂ. ആ പരിമിതമായ ശേഷിയിൽ നിന്നുകൊണ്ട് ജീവൻ പണയം വെച്ച് പോലും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ആണ് നമ്മുടെ സേനാ വിഭാഗങ്ങൾ. പ്രത്യേകിച്ച് ഈ മഴക്കാലമാണ്, ഇത്തരം ഫോൺ കോളുകൾ അധികമായി വരാറുണ്ടാകാം. ഡാൻ, എന്താണ് ഈ കോളുകളുടെയൊക്കെ ഒരു സ്വഭാവം? അല്ലെങ്കിൽ ഈ കോള് ഫേക്കാണോ അല്ലയോ എന്നൊന്നും അപ്പോൾ അവർ ആലോചിക്കുന്നുണ്ടാകില്ല. ഒരു അപകടമുണ്ടായി എന്നറിഞ്ഞാൽ
അവിടേക്ക് പാഞ്ഞെത്തുക എന്നതിന് തന്നെയായിരിക്കുമല്ലോ ഇവർ പ്രയോറിറ്റി നൽകുന്നത്. അഭിലാഷ്, നമ്മളത് വെറും നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ തീപിടുത്തം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു കോള് വരുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് റീകൺഫേം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം അത് ആ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചേക്കാമെന്ന ഒരു വിലയിരുത്തലായിരിക്കാം അവർ അടിയന്തരമായി തന്നെ ആ സന്ദേശം എത്തുന്ന സ്ഥലത്തേക്ക് അതിവേഗത്തിൽ ചീറിപ്പാഞ്ഞെത്തുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തുന്നത്. ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഫയർഫോഴ്സിന്റെ കൺട്രോൾ റൂം. ഇവിടുത്തെ സജ്ജീകരണങ്ങൾ ഇതൊക്കെയാണ്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 23ഓളം ടെലിഫോണുകൾ ഇവിടെ ഇങ്ങനെ സജ്ജമാക്കിയിരിക്കുകയാണ്. ഏത് ഭാഗത്തു നിന്ന് വിളിച്ചാലും 24 മണിക്കൂറും ആ ഫോണുകളെല്ലാം സജ്ജമാണ്. ഇവിടെ ഈ ഫോൺ കോൾ എത്തുന്നു, ഇവിടേക്ക് ഈ അപായ സന്ദേശങ്ങൾ എത്തുന്നു. അതിന് പിന്നാലെ ഈ മൈക്കിലൂടെ, ഇവിടെ കാണുന്ന ഈ മൈക്കിലൂടെ ഇത് അനൗൺസ് ചെയ്യുന്നു. അനൗൺസ് ചെയ്യുന്നതിന് പിന്നാലെ സജ്ജരായിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഈ വാഹനങ്ങളിലേക്ക് ഏത് അപകടമാണോ ഉണ്ടാകുന്നത് ആ സാഹചര്യത്തിന് അനുസൃതമായ വാഹനങ്ങൾ എടുത്തുകൊണ്ട് അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് സാധാരണയായി ഉണ്ടാകുന്നത്. എന്തായാലും അത് കൃത്യമായി തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ ഫോൺ കോൾ ഇങ്ങനെ വരുന്നു, അവിടെ നിന്ന് ആ ഫോൺ ഇങ്ങനെ എടുക്കുന്നു. അതിന്റെ സന്ദേശത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്നു. ഇങ്ങനെയൊരു പ്രൊസീജിയറിലാണ് ഇവരുടെ പ്രവർത്തനം. ഈ സ്റ്റേഷന്റെ ചുമതലയിലുള്ള സ്റ്റേഷൻ ഓഫീസർ നിതിൻ രാജ്, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം, അത് ഈ ഫയർഫോഴ്സ് വളരെ ഗൗരവത്തോടെ എടുത്താണ് നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. ഇതിനു മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. മിക്ക സമയത്ത് നമുക്കൊരു മാസം 1-2 കോൾസ് ഇതുപോലെ കിട്ടുന്നുണ്ട്. ഫേക്ക് ആയിട്ട്. അതെ, ഫേക്കായിട്ട് കിട്ടുന്നുണ്ട്. ചിലത് മാസങ്ങളിൽ ചിലപ്പോൾ 4-5 കിട്ടും. അപ്പൊ അതില് ചില സംഭവങ്ങൾ നമുക്ക് കൺഫേം ഒന്ന് ആക്കിയിട്ടാണെങ്കിൽ അവിടെ ചാടുമ്പോഴത്തെ ഇതേ കണക്ക് തന്നെയാണ്. അവര് വീട് കത്തുന്നു, ഇല്ലെങ്കിൽ കിണറ്റിലാണെങ്കിൽ ആള് പോയെന്നൊക്കെ പിന്നെ പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന സംഭവം അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരിക്കും അവിടെ. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഈ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു കാര്യം, അതെന്താണ് സംഭവിച്ചത്? ഗ്യാസ് സിലിണ്ടറായിട്ട് മുന്നേ ട്രിവാൻഡ്രത്ത് തന്നെ വഴയിലെ ഭാഗത്ത് ഇതുപോലെ തന്നെ ഒരു ഗ്യാസ് കത്തി വീട്ടിനകത്ത് പിന്നെ അത് കത്തിയിട്ട് 2 പേര് അതിന്റെ അകത്ത് ആയി പോയി പിന്നെ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ 4ഓളം വാഹനങ്ങളായിട്ടാണ് അവിടെ പിന്നെ ചെന്നത്. അവിടെ ചെന്ന ജംഗ്ഷനിലെത്തി നമ്മൾ ഇയാളെ വിളിക്കുമ്പോഴത്തേക്ക് അയാൾ പറയാം അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ടെന്ന് പിന്നെ സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ കൃത്യമായിട്ട് അതൊരു ലൊക്കേഷൻ കിട്ടുന്നില്ല. പിന്നെ അറിയുന്നത് ആ ഒരു ഫേക്ക് ആയിട്ടുള്ള സംഭവമാണെന്ന് അറിയാം. അപ്പൊ നമ്മളെ വാഹനങ്ങൾ ഇത്രയും നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം ആ ജംഗ്ഷനിൽ മൊത്തം പോയി തന്നെ തപ്പി നോക്കിയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു. അപ്പൊ അയാള് പറയുന്നത് അയാള് സിം ഉപയോഗിച്ച് വേറെ ആരോ കണ്ടാണ് വിളിച്ചത്. പിന്നെ പറയുന്നത് അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. പിന്നെ മാനസികമായിട്ടുള്ള ഇഷ്യൂ പിന്നെ ഉള്ളവരും ഉണ്ട് ഇവിടെ. അതായത് ഈ ശബ്ദവും ലൈറ്റ് വിട്ട് വാഹനങ്ങൾ വരുന്നത് കാണാനുള്ള കൗതുകത്തില്. അതെ മിക്ക സമയത്തും അതിന് കുഴപ്പം. നമുക്കൊരാൾക്കാര് ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഈ എന്താ പറയുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള അതാണോ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അപ്പൊ നമ്മളങ്ങ് പോയിട്ടാണ്. ഇപ്പോൾ ഒരു വാഹനം ഇവിടുന്ന് ഈ വാഹനം പോയിട്ടുണ്ട്. അതെന്താണ്? അത് കേബിള് വീണ് കിടക്കുന്നതായിട്ട് പിന്നെ പറ്റാണ്. നമുക്ക് ഈ ആൾക്കാർക്ക് ഇഷ്യൂ ഉണ്ടാകുന്ന കേസുകളെല്ലാം എടുക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അതിന് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കോൾ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടാമതൊന്നും അങ്ങനെ നോക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചു വെച്ചാൽ അങ്ങനെ സംഭവം പിന്നെ സംഭവിക്കുന്നുണ്ടോ യെസ് എന്ന് പറഞ്ഞാൽ നമ്മളോട് പോകും വിട്ടു. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ സംഭവം പിന്നെ മനസ്സിലായി അതൊരു ഫേക്ക് ആയിട്ടുള്ളതാണ്. ഈ ഫേക്ക് ആയിട്ടുള്ള കോളുകൾ തടയാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയും? ഇല്ല, നമുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളൊരു ഫേക്ക് ആയിട്ടുള്ള കോളാണെന്നൊന്നും ഒരാളിങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അത് ഫേക്ക് ആണെന്ന് അയാളെ സംസാരത്തിൽ കൂടെ നമുക്ക് ഒരിക്കലും കിട്ടില്ലല്ലോ. അവിടെ പോയിന്റ് അതിൽ നിയമ നടപടി ഉറപ്പാക്കിയാൽ മാത്രമേ അതിൽ നിന്ന് പിന്തിരിയത്തുള്ളൂ ആളുകൾ. അതെ, നിയമ നടപടി എന്തായാലും മസ്റ്റായിട്ട് തന്നെ ചെയ്യണം. പിന്നെ നിയമ നടപടികൾ നമ്മൾ ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ഇതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 118B വകുപ്പാണ് ഈ രതീഷിനെതിരെ ചുമത്തിരിക്കുന്നത്. അത് ജാമ്യം ലഭിക്കുന്ന ഒരു വകുപ്പാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിലൊരു ഈ പെനാൽറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇപ്പോഴങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മളൊരു ജസ്റ്റ് ഒരു സാധാരണ ആയിക്ക് ജാമ്യം കിട്ടി പോകാന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഇതായിട്ട് നോക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ള പിന്നുള്ളതാണ്. അപ്പൊ നമ്മളോട് എത്തുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. നിങ്ങൾ വെറുതെ തമാശക്കാണ് സംഭവങ്ങൾ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മളൊരു എന്ന് വെച്ചാൽ അവർക്ക് ജോലിയൊന്നുമില്ല, ചുമ്മായിരിക്കില്ല, അപ്പൊ ഒരു ജോലി പിന്നെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ കളിക്കുന്ന സംഭവങ്ങളുണ്ട് അങ്ങനെ.
അപ്പൊ അത് ജനങ്ങൾ മനസ്സിലാക്കി അത് മാറണമെന്ന് തന്നെ പിന്നെ എന്താ ചെയ്യേണ്ട ഒരു ഇത് പറയാം. തീർച്ചയായിട്ടും ആ ഒരു വലിയ നിസ്സഹായത തന്നെയാണ് അഭിലാഷ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിറയുന്നത്. കാരണം ചാലയിലടക്കം പല അവസരങ്ങളിൽ തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഉൾപ്പെടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് അവിടെ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടി അക്ഷീണമായി എത്തിക്കുന്ന അഗ്നിശമന സേന ഉദ്യോഗസ്ഥരെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കിണറിടിഞ്ഞ് താഴുന്ന സാഹചര്യങ്ങൾ, അതിൽ ഉൾപ്പെട്ടവരെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടുത്താനായി ശ്രമിക്കുന്ന നീക്കങ്ങൾ, അതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. അത്തരത്തിൽ ഈ ജീവന്റെ വിലയുള്ള സേവനമാണ് അഗ്നിശമന സേന സംസ്ഥാനത്തുടനീളം കാസർഗോഡ് മുതൽ ഇവിടെ വരെ തിരുവനന്തപുരം വരെ തുടരുന്നത്, കന്യാകുമാരി വരെ. അവരെയാണ് ഇത്തരത്തിൽ ഈ വ്യാജ ഫോൺ സന്ദേശങ്ങളുടെ കേവലം ഒരു രസത്തിന് വേണ്ടി അവരെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ സേനയുടെ വിലപ്പെട്ട സമയത്തെയും സാഹചര്യത്തെയും അവരുടെ യത്നങ്ങളെയും വൃഥാ പാഴാക്കുന്നതിലൂടെ അത് നമുക്ക് അനിവാര്യമായി ലഭിക്കേണ്ട ഒരു സേവനം അത് ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ചില ആളുകളുടെ ഇടപെടൽ മാറുന്നു എന്നതിന്റെ ഉദാഹരണം. ഡാനിന് പിന്നിലായി നിരവധി ഫോണുകൾ, ഡാൻ പറഞ്ഞതനുസരിച്ച് 20-ലധികം ഫോണുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഡാനിലേക്ക് തന്നെ വരാം. ഡാനിന് പിന്നിൽ കാണുന്ന ആ ഓരോ കോളും അത് ജീവന്റെ വിലയുള്ള കോളുകൾ ആയിരിക്കും എന്ന് തന്നെയാണ് സ്വാഭാവികമായും അവിടുത്തെ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ശ്രീ AF നിതിൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ നിതിൻ, ഈ വിഷയം ഞങ്ങൾ ഗൗരവത്തോടെ എടുക്കുന്നത്, ഇത് ഒരുപക്ഷെ ഇത്തരം ഒരു ഫേക്ക് കോൾ ചെയ്താൽ നിയമപരമായി ശിക്ഷിക്കപ്പെടുവാനുള്ള സാധ്യത, അതിന് ഒട്ടേറെ ഓപ്ഷനുകൾ ഉണ്ട്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടായ ഒരു സംഭവമാണ് ഞങ്ങൾ ഉദാഹരണമായി എടുത്തിട്ടുള്ളത്. ഒരു വലിയ സേനാ വിഭാഗം അവിടേക്ക് പോകുന്നു, അവർ അവരുടെ വിലപ്പെട്ട സമയം ചെലവഴിക്കുന്നു. അത് വലിയൊരു സംഭവമായിരുന്നില്ല, ഒരു കീ കാണാതെ പോയി എന്നുള്ളതാണ്. ആ കീ മുകളിലേക്ക് ഉയർത്തി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് മരത്തിന് മുകളിലായിപ്പോയി. അത് എടുക്കുന്നതിന് വേണ്ടിയാണ് സേനയെ വിളിച്ചത്. അപ്പോൾ തന്നെ ആ സേന അതിന് തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സേനാ വിഭാഗം അത്രമേൽ കാര്യക്ഷമമാണ് എന്നത് വളരെ കൃത്യമാണ്. അവർക്ക് വലിയ പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട്. സേനാ അംഗങ്ങളുടെ ബലം, ആൾബലം വളരെ കുറവാണ്. ആധുനിക സംവിധാനങ്ങളിൽ ഒക്കെ പോരായ്മകൾ ഉണ്ടാകാം. പക്ഷെ കഴിയുന്നത്ര സേവനം സേനാ വിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോഴാണ് ആളുകൾ ഇത്തരത്തിൽ സേനയെ വിളിച്ച് കബളിപ്പിക്കുന്നത്. അത് മദ്യത്തിൻ്റെയോ ലഹരിയുടെയോ ഒക്കെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കാമെങ്കിൽ പോലും എന്താണ് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയ്ക്ക് പിന്നിലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പ്രധാനമായും ഒരു വ്യക്തിത്വ വൈകല്യമായിട്ടാണ് കാണുന്നത്. മാനസിക രോഗം പോലെ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോ ഒരു എൻഡ്യൂറിങ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ആണ്. കുറെ നാള് തുടർച്ചയായിട്ട് ഒരാളില് ഇത്തരത്തിലുള്ള ബിഹേവിയർ ഒരു രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിൽ പ്രകടമായി വരുമ്പോഴാണ് അതിനൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ പോലെ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള കേസുകൾ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ക്ലസ്റ്റർ B പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്, ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതുപോലെ തന്നെ അത് കമ്പൈൻ ചെയ്ത് നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതായത് വേറൊരാളുടെ അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ ഒരു പെയിൻ ഇൻഫ്ലിക്ട് ചെയ്തിട്ട് നമുക്ക് ആ വ്യക്തിക്ക് അതിനകത്തൊരു പ്ലഷർ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഫീലിംഗ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഒരു സാഡിസ്റ്റിക് എന്നൊക്കെ പറയുന്നത് പോലെ വേറൊരാളിലൊരു പെയിൻ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു സഫറിങ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആനന്ദം കണ്ടെത്തുന്ന രീതിയാണ് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുകളിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ശക്തമായിട്ട് നമ്മൾ നേരിടേണ്ടതാണ്. നമ്മൾ നേരത്തെ നിയമപരമായിട്ട് ഇത് എങ്ങനെയാണ് നേരിടേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവില് ഏറ്റവും പ്രധാനമായിട്ടും ഈ വ്യക്തിത്വ വൈകല്യമുള്ള കുറെ ആൾക്കാർ എല്ലാ പോപ്പുലേഷനിലും ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോ അത് ഉൾക്കൊണ്ട് തന്നെ അവരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് അതിനകത്ത് കൂടുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയുക. അപ്പോ ഇങ്ങനെയുള്ളവരെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഐഡന്റിഫൈ ചെയ്യുന്നത് സൊസൈറ്റി എന്നുള്ള നിലയിൽ ഐഡന്റിഫൈ ചെയ്യാം, ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള നിലയിൽ ഐഡന്റിഫൈ ചെയ്യാം, അതുപോലെ തന്നെ ഫ്രണ്ട്സ് എന്നുള്ള നിലയിൽ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള സൊസൈറ്റിക്ക് വലിയ രീതിയിലുള്ള കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ മാറ്റുകയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇവർക്കൊരു ഇൻസൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട്, കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഇവരെടുക്കുന്ന ഒരു ആക്ഷൻ കൊണ്ട് എന്തൊക്കെ കോൺസിക്വൻസ് ആണ് ഉണ്ടാകുന്നത് എന്ന് വ്യക്തമായിട്ട് അവർക്കൊരു ബോധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഒരു പെയിൻ ഉണ്ടാവുന്നത് എത്രത്തോളം അവരെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇമോഷണൽ
റെസ്പോൺസ് അല്ലെങ്കിൽ ഇമോഷണൽ ഫീലിങ്സ് ഇവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെ കൗൺസിലിംഗിലേക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ അടുത്തേക്കൊന്നും സ്വമേധയാ കടന്നു വരാറില്ല. അപ്പോ ചുറ്റും നിൽക്കുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇവരെ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളെ മാനസികാരോഗ്യത്തിന്റെ തലത്തിൽ പെടുത്തിക്കൊണ്ട് തന്നെ അവരെ വ്യക്തമായ കൗൺസിലിങ്ങിനും അതുപോലെ മറ്റ് തെറാപ്പിക്കും വിധേയമാക്കിക്കൊണ്ട് അവരെ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കുന്നതിന് സഹായിക്കുമെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന അവരുടെ സർവീസ് വളരെ അപ്രീഷിയബിൾ ആയിട്ടുള്ള സർവീസാണ്. അപ്പോ ഇത്തരത്തിലുള്ള ചെറിയ എക്സെപ്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്പർ കൂടി വരുന്നുണ്ടെങ്കിൽ കൂടിയും ഇത്തരത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവരെ മാനസികമായിട്ട് തളർത്തി കളയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെന്റൽ സപ്പോർട്ട് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനും കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിൽ കുറച്ചുകൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ നിതിൻ, ദയവായി തുടരുക. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ അല്പസമയം മുമ്പ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സംസാരിച്ചതനുസരിച്ചാണ് എങ്കിൽ ഒരു മാസം 4-5 ഫേക്ക് കോളുകൾ ഒക്കെ വരും. അത് ചില കോളുകളൊക്കെ അവരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നു. വീട് കത്തിക്കൊണ്ടിരിക്കുന്നു, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കോളുകളാണ്. അങ്ങനെ ആ പ്രദേശത്തെത്തി വീണ്ടും വിളിക്കുമ്പോൾ അവിടെ നിന്ന് അടക്കം ഇന്ന സ്ഥലത്തേക്ക് മാറും, അപ്പുറത്തേക്ക് മാറും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദീർഘനേരം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കുന്നവർ വരെയുണ്ട് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മാനവീയം വീഥിയിലുണ്ടായ ഒരു സംഭവമാണ്. അവിടെ ആ യുവാവ് അറസ്റ്റ് ചെയ്യപ്പെടുന്നുവെങ്കിൽ പോലും അപ്പോൾ തന്നെ ജാമ്യം ലഭിക്കുന്ന വകുപ്പൊക്കെയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഇത് വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. ആ സമയത്ത് തന്നെ മറ്റൊരു ദുരന്തമുണ്ടായാൽ അവിടെ ലഭിക്കേണ്ട സേവനം കൂടിയാണ് ഇല്ലാതാകുന്നത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ് മനസ്സിലാക്കിക്കാൻ സാധിക്കുക? ഇത് നിയമപരമായി ഇതിനെ എത്രത്തോളം നമുക്ക് നേരിടാൻ സാധിക്കും? അല്ല, ഇതുപോലെ കോൾസ് ഇൻഫർമേഷൻ ഫയർഫോഴ്സിനെ കൊടുത്തിട്ട് അടിയന്തരമായി ചെയ്യേണ്ട സേവനത്തിന് അവരെ മാറ്റി നിർത്തി ഇതുപോലെയുള്ള തപ്പലുകൾ നടത്തുന്നത് തീർച്ചയായിട്ടും പണിഷബിളാണ്. അതിന് ഫയർഫോഴ്സുകാർ ചെയ്യേണ്ടത് അവർ ആ സ്പോട്ടായിട്ട് തന്ന ഇൻഫർമേഷൻ ആര് തന്നോ, ഏത് മൊബൈൽ തന്നോ ആ വിവരം ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക. അപ്പൊ 203 ഇന്ത്യൻ പീനൽ കോഡ് തടവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവര് കൊടുത്തു കഴിഞ്ഞാല് അതായത് പോലീസ് സ്റ്റേഷൻ അത് കേസ് രജിസ്റ്റർ ചെയ്തോളൂ. ഇതുപോലത്തുള്ള പണികളൊന്നും ഇങ്ങോട്ട് ഇത് ചെലവാകത്തില്ല. അതുകൊണ്ട് ഫയർഫോഴ്സിന് ദയവ് ചെയ്ത് അവർക്ക് നിയമ നടപടി എടുക്കാനായിട്ട് കഴിയില്ല. അപ്പം ഇത് പണിഷബിൾ ആണ്, 3 വർഷം ശിക്ഷയുള്ളതാണ്. ഫോൾസ് അലാം, ഫോൾസ് ഇൻഫർമേഷൻ ഫയർഫോഴ്സിന് കൊടുത്താല്, അത് പോലീസിന് കൊടുത്താലും ശരി 3 വർഷത്തിന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മാറ്റേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവരെ പ്രോസിക്യൂട്ട് ചെയ്തെങ്കിൽ ഇത് നിൽക്കുള്ളൂ, അല്ലാതെ നിൽക്കില്ല. മാനസിക രോഗികളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ആ മാനസിക രോഗികളെ ആരാണ് സംരക്ഷിക്കുന്നത്? അവർ ലയബിളാണ്. അതുകൊണ്ട് ഈ ഫയർഫോഴ്സിനെയൊക്കെ പോലെ ഇതുപോലെ ഇട്ട് വട്ടുകളിപ്പിക്കുന്നത് ഒരിക്കലും നല്ലതല്ല, സമൂഹത്തിനും നല്ലതല്ല. നമ്മുടെ എമർജൻസി സർവീസ് ചെയ്യുന്നവരാണ്. അതായത് ഇത്തരം സംഭവങ്ങളിൽ കൂടുതൽ പ്രാദേശിക പോലീസ് വിഭാഗത്തിനാണ് കൂടുതൽ ഊർജിതമായി പ്രവർത്തിക്കാൻ സാധിക്കുക, അല്ലേ? പ്രാദേശിക പോലീസ് എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സ് ഇങ്ങനെ തന്നെ ഞങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞ ആ തന്ന ഇൻഫർമേഷൻ അങ്ങ് പോലീസിൽ കൊടുത്താൽ മതി. അവർ പ്രോസിക്യൂട്ട് ചെയ്തോളൂ, ആളെ അറസ്റ്റ് ചെയ്തോളും, ഡീറ്റെയിൽ ചെയ്തോളും, ജാമ്യം കിട്ടത്തില്ല. അത് ഇതുപോലൊക്കെ പറ്റിക്കുന്നതിനെതിരായിട്ട് ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് പ്രത്യേക വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിലുണ്ട്. ശരി, ഒരുപക്ഷെ അങ്ങനെ ഒരു അവബോധം സാധാരണക്കാരായ ആളുകൾക്ക് കുറവാണ് എന്ന് തോന്നുന്നു, അല്ലെ? ഇങ്ങനെ പറ്റിച്ചാലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ശരിയാണ്, അത് ശരിയാണ്. അതിന് ഫയർഫോഴ്സ് എന്തുകൊണ്ട് ഈ ഒരു നടപടി ഫയർഫോഴ്സിനും അതിന് അറിവില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഫയർഫോഴ്സ് അത് പോലീസിൽ ഇന്റിമേറ്റ് ചെയ്യണം. അതുകൊണ്ട് അവർക്ക് ഒരു അവബോധം ഉണ്ടാകണം. ഇങ്ങനൊരു വകുപ്പുണ്ട്, അത് ഫോൾസ് ഇൻഫർമേഷൻ ആണ്, അത് ഫയർഫോഴ്സിന് എമർജൻസി സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വകുപ്പുണ്ട്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ആ മൈനറായ കുട്ടികളുടെ പേരൻസ് ലൈബിളാണ്. അതുകൊണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇത് ശ്രദ്ധിക്കുന്നവർ ആ കാര്യം കൂടെ ആ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സുകാരും ഇത് ശ്രദ്ധിക്കുക. വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഡാനിലേക്ക്. ഡാൻ, കഴിഞ്ഞ ദിവസം ഡാൻ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒന്നാണ്, ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒരു മധ്യവയസ്കൻ ചാടുന്നു.
ചാടുന്നതിന് മുമ്പ് അയാൾ പറയുന്നത് തൻ്റെ ശവശരീരം എടുക്കാൻ ഇനി വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചാടിയത്. അവിടേക്കും ഇതുപോലെ തന്നെ ഫയർഫോഴ്സ് പറന്നെത്തുന്നു. അവിടെ അപകടത്തിനുള്ള സാധ്യത കുറവായിരുന്നു. പക്ഷെ പലപ്പോഴും നമുക്കറിയാമല്ലോ, ഈ മദ്യപിച്ചിട്ടൊക്കെ ഈ ചെറിയ വെള്ളത്തിൽ, അതായത് ആഴമില്ലാത്ത വെള്ളത്തിൽ അടക്കം പോയാൽ പോലും രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല. അങ്ങനെയുള്ള നിരവധി സംഭവങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ പൊതുസമൂഹം ഫയർഫോഴ്സ് എന്ത് ചെയ്യുകയായിരുന്നു? ഇത്രയും ചെറിയ ഒരു വെള്ളക്കെട്ടിൽ പോയിട്ട് പോലും ആ വ്യക്തിയെ രക്ഷിക്കാൻ സാധിച്ചില്ലേ? അങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നവരുടെ കൂട്ടമായിരിക്കും അധികവും ഉള്ളത്. അവിടെ ആ വ്യക്തി രക്ഷപ്പെടുന്നു. അതിനുശേഷം ചോദിക്കുമ്പോൾ വളരെ സാധാരണ നിലയിൽ പറയുന്നു, ഞാൻ വെറുതെ എടുത്ത് ചാടിയതാണ് എന്ന് പറയുന്നു. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മാനസിക സാഹചര്യം. അപ്പോൾ എന്തെങ്കിലും പിഴവുണ്ടായാൽ ഈ ഉദ്യോഗസ്ഥർ പഴി കേൾക്കുന്നതിന് ഒരു കുറവും ഉണ്ടാകാറില്ല. അതേസമയം തന്നെയാണ് ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെടുന്നതും. ഡാൻ, തീർച്ചയായിട്ടും അഭിലാഷ്, അത് തന്നെയാണ് വസ്തുത. കാരണം ഇത്തരം സംഭവങ്ങൾ ഒരിക്കൽ മാത്രം ഒറ്റപ്പെട്ടുണ്ടാകുന്നതല്ല, ഓരോ മാസവും തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഗൗരവം നമ്മൾ അത്തരത്തിൽ തന്നെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഈ സേന ഇത്രമാത്രം സജ്ജമായി ഈ രാത്രിയെന്തോ പകലെന്നോ ഇല്ലാതെ കാര്യക്ഷമമായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ സേവനം അത് കൃത്യമായി മുതലെടുക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ ഒരു നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലേക്ക് ചിലരുടെ ഇടപെടലുകൾ മാറുന്നു എന്ന് പറയുന്നതാണ് അതിലെ എടുത്തു പറയേണ്ടുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു ഗൗരവം വർദ്ധിക്കുന്നതും. സ്വാഭാവികമായി ഇത്തരം സംഭവങ്ങൾ ഒരിക്കൽ മാത്രം ഉണ്ടായിട്ടുള്ളതല്ല. ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 4-5 തവണ ഇത്തരം ഫേക്ക് കോളുകൾ അവർക്ക് എത്താറുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് കാസർഗോഡ് നടക്കം ഇത്തരത്തിൽ ഈ കോളുകൾ എത്തുമ്പോൾ അവിടെ ഇടപെടലുകൾ നടത്തുന്ന ഉദ്യോഗസ്ഥരാണ് ഈ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസിലിരിക്കുന്ന, അല്ലെങ്കിൽ കൺട്രോൾ റൂമിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് തന്നെയാണ് ഇത് എത്രത്തോളം ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നത് അവർ അവരുടെ വാക്കുകളിൽ കൂടെ തന്നെ നമ്മളോട് വ്യക്തമാക്കി. എന്തായാലും അല്പസമയത്തിനകം റീജിയണൽ ഈ ഫയർ ഓഫീസർ അദ്ദേഹം അബ്ദുൾ റഷീദ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരും. കൃത്യമായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിശദീകരണം തന്നെയായിരിക്കും എത്രത്തോളം ബുദ്ധിമുട്ടാണ് സേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. എന്തായാലും അദ്ദേഹം എത്തിയിട്ടുണ്ട്. സാർ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം, അത് സേനയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഫേക്ക് കോൾസ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്? ഫേക്ക് കോൾസ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് ഒന്ന്, എമർജൻസി സർവീസ് എന്നുള്ള നിലയ്ക്ക് ഫയർ സർവീസ് ഏത് സമയത്തും ഏത് അപകടങ്ങൾ നേരിടാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ ആദ്യമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വെറുതെ നമ്മുടെ കോളുകൾ വിളിച്ചിട്ട് ഇവിടുത്തെ ഫോൺ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു അപകടം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഫോൺ കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. അത് ഒന്നാമത്. രണ്ടാമത്, വിളിച്ച് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ചാണ്, ഇപ്പോൾ ഒരു അഗ്നിബാധയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചോ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ടേൺ ഔട്ട് ചെയ്ത് പോകുന്ന വാഹനം ആ രീതിയിലായിരിക്കും പോകുന്നത്. കാരണം നമുക്ക് റോഡിൽ എടുക്കാവുന്ന പരമാവധി വേഗത എടുത്തായിരിക്കും ഇത്തരം കോളുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നത്. അപ്പോൾ ആ വാഹനത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കും പുറത്തുള്ള ആൾക്കാർക്കും ഒക്കെ നമ്മൾ എത്ര സൂക്ഷിച്ചാലും അപകട സാധ്യത ഉണ്ട്. കാരണം അത്രയ്ക്ക് സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അനാവശ്യമായിട്ട് ഇത്തരത്തിലൊരു കോള് നമ്മളെ വിളിച്ച് അനാവശ്യമായിട്ട് അറിയിക്കുന്നതോടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത്തരത്തിൽ അപകട സാധ്യത വീണ്ടും കൂടിക്കൊണ്ടിരിക്കും, ആ വാഹനത്തിലുള്ളവർക്കും റോഡിലുള്ളവർക്കും എല്ലാം. പിന്നെ നമ്മൾ എത്തിക്കഴിയുന്ന സമയത്ത് നമ്മുടെ ഒരു വാഹനം വെറുതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സ്റ്റേഷനിൽ വേറൊരു കോള് വന്നു, വേറൊരു എമർജൻസി കോള് വന്നു കഴിഞ്ഞാൽ ഇത് ആദ്യമുള്ള കോള് ഫേക്ക് ആണെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ആ കോള് തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ രണ്ടാമത്തെ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത്രയും താമസം എടുക്കുന്നു. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. ഇതിൽ നിയമ നടപടി സാധ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിയമ നടപടി സാധ്യമാകാതെ പോകുന്നില്ല. ഫയർ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഫയർ സർവീസിന് നിയമപരമായിട്ട് ഇതിൽ നടപടി എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോലീസിനെ അറിയിക്കും. പോലീസിനെ അറിയിച്ച ശേഷം പോലീസ് അതിൽ നടപടി എടുക്കുകയാണ് പതിവ്. പലപ്പോഴും ഇത്തരത്തിൽ നമ്മൾ പോലീസിനെ അറിയിക്കുന്നുണ്ട്, പോലീസ് ഈ ആൾക്കാരെ കണ്ടെത്താറുണ്ട്. ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ടാണെങ്കിലും പോലീസ് ആൾക്കാരെ കണ്ടെത്തി. അപ്പൊ കണ്ടെത്തിയ ശേഷം പിന്നീട് എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ ആ പരാതി കൊടുത്തു, ആളെ ഐഡന്റിഫൈ ചെയ്തെന്നുള്ളത് വരെയാണ് നമ്മുടെ. അതിനുശേഷം ഇതുപോലും നിസ്സാരമായ ഒരു വകുപ്പാണ്, ജാമ്യം ലഭിച്ച 118B വകുപ്പാണ്. അയാൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ടുമുണ്ട്. ഇന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഇതേ നടപടി ആവർത്തിക്കാം. അതല്ലേ സാഹചര്യം?
അത് സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോലീസാണ് നോക്കേണ്ടത്. നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയില്ല. ഇവിടുത്തെ നമുക്ക് ഈ ഫേക്ക് കോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഈ തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാറുണ്ടോ? ഈ സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞത് ഒരു മാസം 3-4 കോളുകൾ ഇങ്ങനെ എത്താറുണ്ട് എന്നാണ്. അത് ഒരു സ്റ്റേഷനിലെ കണക്കാണ് ആ പറഞ്ഞത്. അപ്പം സ്റ്റേറ്റ് മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്തരം ഫേക്ക് കോളുകൾ അപ്പോൾ ഒരുപാടായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നഷ്ടവും ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത്രയും വാഹനങ്ങൾ ഓടുന്ന സമയത്ത് അത്രയും ഇന്ധനം നഷ്ടമാകുന്നുണ്ട്, ജീവനക്കാർ അത്രയും സമയം നഷ്ടമാകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങളും ഇതിനകത്തിൽ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി പ്രതികരണത്തിന്. എന്തായാലും വളരെയധികം വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് ഈ അനാവശ്യമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടി വെറുതെ ഒരു രസത്തിന് വിളിക്കുന്ന ഫോൺ കോളുകൾ എത്രമാത്രം വലിയ ബുദ്ധിമുട്ടാണ് ഈ അഗ്നിശമന സേനയ്ക്ക് സംസ്ഥാനത്ത് മുഴുവൻ ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് ഡാൻ അതിലേറ്റവും എടുത്തു പറയേണ്ടത്. ഇത് ഒരു സ്റ്റേഷനിലെ കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ മുഴുവൻ പരിശോധിച്ചാൽ എത്രത്തോളം വ്യാജ കോളുകളായിരിക്കും വരിക എന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. തിരുവനന്തപുരത്തെ ഫയർഫോഴ്സിന്റെ ഓഫീസിലേക്ക് മാത്രം വരുന്ന കോളിന്റെ പട്ടികയാണ്. ഞാൻ ഡാനിലേക്ക് വരാം. വീണ്ടും ശ്രീ നിതിനിലേക്ക് പോകുമ്പോൾ, ശ്രീ നിതിൻ, ഇതിലിപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇത് സ്വാഭാവികമായും ഉണ്ടാകേണ്ട ഒന്ന് എന്നത് നിയമത്തിനപ്പുറത്തുള്ളൊരു അവബോധം തന്നെയാണ്. ഇപ്പോൾ ഈ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അക്കാദമിക് തലത്തിലൊക്കെ പലതും പഠിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ നോളജ് വളരെ കുറവാണ്. ഒരു അപകടമുണ്ടായ നമുക്ക് നൽകേണ്ട അല്ലെങ്കിൽ ഈ പ്രാഥമിക ശുശ്രൂഷ എന്ത് എന്നതൊന്നും വളരെ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും അറിയാത്തൊരു സാഹചര്യമുണ്ട്. നമ്മുടെ സേനാ വിഭാഗങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണകൾ ഒന്നുമില്ല. എന്തുകൊണ്ട് ഇവർ രക്ഷിച്ചില്ല, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു ഫയർഫോഴ്സ് കാര്യാലയത്തിൽ നിന്ന് നേരിട്ടുകൊണ്ടാണ് ഞങ്ങളുടെ പ്രതിനിധി ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വാർത്തയ്ക്കിടയിൽ തന്നെ ഒരു കോൾ വരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവർ റെഡിയാവുന്നു. അവർക്ക് അതിൻ്റേതായ പാറ്റേൺ ഉണ്ട്. ഇത്ര സെക്കൻഡുകൾക്കുള്ളിൽ അവർ വസ്ത്രം ക്ലിയർ ചെയ്യണം, ഇത്ര സെക്കൻഡിനുള്ളിൽ വണ്ടി അവിടെ നിന്ന് എടുക്കണം, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ അത്രമേൽ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അവർ ഓരോ ദിവസവും അനുഭവിക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്താണ് ഇവരുടെ മാനസികാവസ്ഥ. എത്രയോ ദുരന്തങ്ങൾ മുന്നിൽ കാണുന്നു, എത്രയോ അപകടങ്ങളിൽ അവർക്ക് രക്ഷിക്കാനാകാതെ പോകുന്നതിൻ്റെ നിരാശയുണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതെവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഇവരെ ഒരു കാരണവശാലും കബളിപ്പിക്കാൻ പാടില്ല. ഓരോ കോളും ജീവൻ്റെ വിലയുള്ളതാണ് എന്ന് തിരിച്ചറിയപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ ഘട്ടം മുതൽ അല്ലേ? തീർച്ചയായും വളരെ ശരിയാണ്. വളരെ ഹീറോയിക് ആയിട്ടുള്ള റിസ്ക് എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരെ നമ്മൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാനും ഇത്തരത്തിലുള്ള ഫേക്ക് കോളിൽ നിന്നൊക്കെ സംരക്ഷിക്കേണ്ട ആവശ്യകത ഉണ്ട്. അപ്പോ ഈ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവയർനെസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഒരു വലിയ പോരായ്മ അല്ലെങ്കിൽ അതിന്റെ ഒരു അതർ സൈഡ് എന്താന്ന് വെച്ചാല് ഒരു പ്രാക്ടിക്കൽ ലൈഫ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാക്ടിക്കൽ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ അവബോധം അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ലൈഫ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എങ്ങനെയാണ് കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വലിന് കുറെ കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് ഈ സൊസൈറ്റിയിൽ ആക്ട് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളുകളിൽ തന്നെ അക്കാഡമിക് തലങ്ങളിൽ, പ്രത്യേകിച്ച് ടീനേജ് ഒരു 12 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്ക് തന്നെ അവരെ പഠിപ്പിക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ കുറവാണ്. ഇപ്പൊ ഇതുപോലുള്ള ഫേക്ക് കോളുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഫേക്ക് കോൾസ് ചെയ്യാൻ പാടില്ല, അത്തരത്തിലുള്ള ഒരു അവയർനെസ് ക്യാമ്പയിനോ മെസ്സേജുകളോ ഒന്നും തന്നെ നമ്മുടെ സമൂഹത്തിലോ ഒരിടത്തും കാണുന്നില്ല. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിക് കരിക്കുലം പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഇപ്പോ കൂടുതലും നമ്മുടെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്കൂളിലെ കരിക്കുലം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതേസമയം ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അത് കുറെ കൂടെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുകയും ഇപ്പൊ ഒരിക്കൽ പറഞ്ഞു പോകുന്നതിലല്ല, റിപ്പീറ്റഡ് ആയിട്ട് ഒരു മെസ്സേജ് നമ്മുടെ പോപ്പുലേഷനിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുമ്പോഴാണ്, വീണ്ടും വീണ്ടും റിക്കറന്റ് ആയിട്ട് അവരുടെ ഉള്ളിലേക്ക് പാസ് ചെയ്യുമ്പോഴാണ് അവരുടെ ഉള്ളിൽ അത് ആഴത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ അത്തരത്തില് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ അക്കാഡമിക് സ്കൂൾ തലം മുതൽ തന്നെ ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയെ കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഇതിനെക്കുറിച്ച് അവയർനെസ് ഉള്ളതും വളരെ റെസ്പോൺസിബിൾ ആയിട്ട് സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചുള്ള ഒരു ബോധ്യം അവർക്കുണ്ടാവുകയും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള സൊസൈറ്റി ആക്കി നമുക്ക് മാറ്റാൻ കഴിയും. അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ലൈഫ് സേവിങ് അല്ലെങ്കിൽ എമർജൻസി സർവീസുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ സർവീസ് കുറെ കൂടെ ബെറ്റർ ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
വളരെയധികം നന്ദി ശ്രീ നിതിൻ. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നമ്മുടെ ജീവന് സുരക്ഷ ഒരുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നവർ ആണ് അഗ്നിശമന സേനാ വിഭാഗങ്ങൾ. അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വീഴ്ചകളും പാളിച്ചകളും ഒക്കെ വലിയ തോതിൽ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്, ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ അവർ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതായത് നമ്മുടെ സേനാ വിഭാഗങ്ങളെ കബളിപ്പിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. അതിൽ തീർച്ചയായും തടയപ്പെടേണ്ട ഒന്നാണ്. അങ്ങനെ ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. വീണ്ടും ഡാനിലേക്ക് തന്നെയാണ് പോകുന്നത്. ഡാൻ, നമ്മൾ ഉദ്യോഗസ്ഥരുടെ വിലപ്പെട്ട സമയം അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അവർ അവിടെ നടത്തുന്ന സേവനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടാൽ പോലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ആ ഉദ്യോഗസ്ഥർക്കുള്ളത്. കാരണം അതിന് പിന്നാലെ പോയി സമയം കളയുക എന്നതല്ല, മറിച്ച് അടുത്ത ഒരു അപകടം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പെടുന്നയാളെ രക്ഷിക്കുക എന്നതിനാണല്ലോ ഇവർ പ്രാധാന്യം നൽകുന്നത്. കേരളത്തിൽ ഫയർഫോഴ്സ് ഓഫീസുകളിലേക്ക് തുടർച്ചയായി ഇത്തരത്തിൽ വ്യാജ കോളുകൾ എത്തുന്നത് ഉദ്യോഗസ്ഥരെ വലിയ തോതിൽ ആണ് ബുദ്ധിമുട്ടിൽ ആഴ്ത്തുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള സംഭവമുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിരവധി ഫയർ സ്റ്റേഷനുകളുണ്ട്, ഫയർഫോഴ്സ് ഓഫീസുകളുണ്ട്. അവിടേക്കെല്ലാം ഓരോ മാസവും ഇത്രയധികം ഫോൺ കോളുകൾ എത്തുമ്പോൾ നമ്മുടെ സേനാ വിഭാഗങ്ങൾ കേരളത്തിൽ ആകെ നേരിടുന്ന പ്രതിസന്ധി കൂടിയാണ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ, ഇതിൽ എടുത്തു പറയേണ്ടത് ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും നിയമ നടപടികളിലേക്കൊക്കെ പോകാൻ ഇവർക്ക് പരിമിതിയുണ്ട്. അതിന് പിന്നാലെ പോകാതെ വീണ്ടും ഇവർ കർമ്മനിരതരാകുന്നു എന്നത് തന്നെയാണല്ലോ. അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ ഇടയായ ഈ താക്കോൽ കൂട്ടവുമായി ബന്ധപ്പെട്ട ഈ രതീഷ് അഗ്നിശമന സേനയെ കബളിപ്പിച്ചതിന്റെ പിന്നാലെ അവിടെ ഈ അഗ്നിശമന സേന നടത്തിയ പരിശോധനയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് നിമിഷങ്ങൾക്കകം നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. കഴിഞ്ഞ വ്യാഴാഴ്ച അർദ്ധരാത്രി 11:45 അഗ്നിശമന സേനയ്ക്ക് ഇത്തരത്തിൽ ഈ കോൾ ലഭിക്കുന്നത്. ആ കോളിന് പിന്നാലെയാണ് അവർ ആൽത്തറ ജംഗ്ഷനിലെത്തി ഈ മരം കുലുക്കി ഈ താക്കോൽ കൂട്ടത്തിന് വേണ്ടി പരിശോധന നടത്തിയത്. എന്തായാലും ഈ ഇത്തരത്തിലുള്ള മനോവൈകൃതം, ഈ മാനസിക വൈകല്യം, അത് ഏത് തരത്തിലാണ് നമ്മുടെ സേനയുടെ ഊർജം നശിപ്പിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് കഴിഞ്ഞ ദിവസം മാനവീയം വീതിയിൽ ഉണ്ടായിരിക്കുന്നത്. സമാനമായ തരത്തിൽ ഇവിടെ 4 കോളാണ് എങ്കിൽ നമുക്കറിയാം ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ ഇത്തരം കൗതുകങ്ങൾക്ക് വേണ്ടി സേനാംഗങ്ങളെ കബളിപ്പിച്ച് അവർക്കൊരു പണി കൊടുക്കാമെന്ന വിചാരത്തോടെ ഇത്തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുടെ എണ്ണം എത്രത്തോളമായിരിക്കുമെന്ന് അതിപ്പോൾ വാർത്തയായി വരുന്നത് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തെ മാനവീയം വീതിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഈ സംഭവമാണ് എന്ന് മാത്രം. സമാനമായ തരത്തിൽ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോഴും എന്തുകൊണ്ട് കൃത്യമായ നിയമ നടപടി ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ കേവലം ഒരു സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നു, അവർ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് ജാമ്യം ലഭിക്കുന്ന വകുപ്പിൽ വിട്ടയക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഇത്തരം മനോവൈകല്യം ഉള്ളവരെ പിന്തിരിപ്പിക്കുന്ന തരത്തിൽ കർശനമുള്ള കർക്കശം നിറഞ്ഞ നടപടികൾ ഉറപ്പുവരുത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നൊരു വലിയ ചോദ്യം തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ബാക്കി വെക്കുന്നതും. അഭിലാഷ്, അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇപ്പോൾ ഈ ഓൺലൈൻ വഴിയൊക്കെ കാണുന്ന പ്രേക്ഷകർ ചിലരൊക്കെ എന്തിനാണ് ഈ രതീഷിന്റെ ചിത്രം കാണിക്കുന്നത് എന്ന തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും ഇത്തരം ചിത്രങ്ങൾ കാണുക തന്നെ വേണം. കാരണം ഈ സേനയെ കബളിപ്പിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ഒരു രസകരമായി തമാശയായി എടുത്താൽ മതി, ഇതിൽ ഒന്നും എനിക്ക് സംഭവിക്കാനില്ല എന്നൊരു തോന്നലൊക്കെ ഇവർക്കുണ്ട്. അതുകൂടിയാണ് മാറ്റപ്പെടേണ്ടത്, മാറേണ്ടത്. ഇത് കൃത്യമായി ഈ ഫയർഫോഴ്സിനെ കബളിപ്പിച്ചതിൻ്റെ പേരിൽ നടപടി നേരിടുന്ന വ്യക്തിയുടെ ചിത്രം തന്നെയാണ്. ചെറുതായ ഒരു പിഴവല്ല ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി ആളുകൾ കബളിപ്പിച്ചിട്ടുണ്ടാകാം. അവരുടെ എല്ലാം ചിത്രങ്ങൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുമില്ല. പക്ഷെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ ചിത്രവും ഒക്കെ
പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. ഇതിൽ പോലീസ് നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജാമ്യം ലഭിക്കുന്ന വകുപ്പ് പ്രകാരമാണ് എങ്കിൽ പോലും നടപടികളുമായി പോവുകയാണ്. കാരണം മഴക്കാലമാണ്, അപകടങ്ങൾ പതിയിരിക്കുന്ന സമയമാണ്. മനുഷ്യർ മാത്രമല്ല, വളർത്തുമൃഗങ്ങളും വന്യജീവികളും ഒക്കെ അപകടത്തിൽപ്പെടുന്ന ഒരു സമയമാണ്. അതിനിടയിലായിരുന്നു മാനവീയം വീഥിയിൽ കഴിഞ്ഞ ദിവസം തൻ്റെ താക്കോൽ നഷ്ടമായി, അത് മരത്തിന് മുകളിൽ കുടുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നിതിൻ ഈ പറയുന്ന ഫോൺ കോൾ ചെയ്യുന്നത്. അങ്ങനെ എത്തിയ ഫയർഫോഴ്സിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ ഈ കാണുന്നത്. അപ്പോൾ എത്രമേൽ വിലപ്പെട്ട സമയം ആണ്. ഒരു താക്കോൽ കൂട്ടം കളഞ്ഞു പോയത് എടുക്കുന്നതിന് വേണ്ടി ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നു. അവരുടെ വാഹനം, ഇന്ധനം ചെലവ് ഉണ്ട്. എത്രയോ ഉദ്യോഗസ്ഥരുടെ സമയമാണ് പാഴാക്കിയത്. എത്രയോ മണിക്കൂറുകൾ അവർ ചെലവഴിക്കുന്നു. അങ്ങനെ ചെലവഴിക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ എത്രയോ പേർ ഇത്തരത്തിലൊക്കെ ചെറിയ അപകടങ്ങളിൽ പെടുമ്പോൾ പോലും, കൊച്ചുകുട്ടികൾ അവരുടെ വിരലുകൾ ഒരു പാത്രത്തിൽ കുടുങ്ങിയാൽ പോലും, വളർത്തുനായിയുടെ തല ഒരു പാത്രത്തിൽ കുടുങ്ങിയാൽ, ഡോറ് തുറക്കാൻ പറ്റാതെയായാൽ, അല്ലെങ്കിൽ വിലപ്പെട്ട വസ്തുക്കൾ മാലയോ മറ്റുമൊക്കെ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ വരുന്ന സേനാ ഉദ്യോഗസ്ഥരാണ് ഇവർ. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ ദിവസം മാനവീയം വീഥിയിൽ തൻ്റെ താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് ഫോൺ ചെയ്യുന്നത്. ആ ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഫേക്കാണോ അല്ലയോ എന്നൊന്നും പരിശോധിക്കാൻ നിൽക്കാതെ പോലീസ് സേന, ഫയർഫോഴ്സ് സംഘം അവിടെ എത്തുന്നു. അങ്ങനെ പരിശോധന നടത്തുന്നു. ആ താക്കോൽ കൂട്ടം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അതിനിടയിലാണ് ഇത് ഫേക്കായിരുന്നുവെന്ന് കണ്ണമൂല സ്വദേശി രതീഷ് ആണ് ഇങ്ങനെയൊരു കോൾ ചെയ്തത്. സേനയെ കബളിപ്പിച്ചു എന്ന മട്ടിൽ, എന്തോ വിജയിച്ചു എന്ന മട്ടിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു. പിന്നീടാണ് സേനയ്ക്ക് ബോധ്യപ്പെടുന്നത്. ഡാൻ, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങളിലേക്ക് ഇവരെ നയിച്ച, ഈ പ്രവൃത്തിയിലേക്ക് ഇവരെ നയിച്ച സാഹചര്യം? അഭിലാഷ്, ഞാൻ കഴിഞ്ഞ അല്പസമയം മുമ്പ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11:45 നമ്മളിപ്പോൾ നിൽക്കുന്ന അഗ്നിശമന സേനയുടെ ഓഫീസിലേക്ക് ഇത്തരത്തിൽ ഒരു ഫോൺ കോൾ എത്തുന്നത്. അവിടെ പറയുന്നത്, എന്റെ താക്കോൽ കൂട്ടം മാനവീയം വീഥിയിൽ വെച്ച് ഈ കൈവെള്ളയിലിട്ട് താക്കോൽ കൂട്ടം മുകളിലേക്ക് എറിഞ്ഞ് കളിക്കുന്നതിനിടയിൽ താക്കോൽ കൂട്ടം ഈ വലിയ മരത്തിന്റെ ശിഖരത്തിൽ കുടുങ്ങി. വീട്ടിൽ പോകാൻ വരെ നിവൃത്തിയില്ല. അടിയന്തരമായി അവിടെ എത്തി രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഫോൺ കോൾ എത്തുന്നത്. ഉടൻ തന്നെ ഇവിടുത്തെ സജ്ജരായ അഗ്നിശമന സേനയുടെ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മാനവീയം വീഥിയിൽ എത്തുന്നു. പിന്നീട് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. അതായത് അവർ ആ മരം കുലുക്കി നോക്കുന്നു, അവരുടെ നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ശിഖരങ്ങളിൽ ലൈറ്റ് അടിക്കുന്നു, അത് കുലുക്കി നോക്കുന്നു. അപ്പോഴൊന്നും ഇയാൾക്ക് ഭാവവ്യത്യാസമില്ല. അല്പസമയം കഴിഞ്ഞ് ഈ യുവാവ് പറയുന്നു, ഈ താഴെ വീണിട്ടുണ്ടായിരിക്കാം. അവിടെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണങ്ങൾ നടക്കുന്നതിനാൽ അവിടെ ഈ താഴെ എവിടെയെങ്കിലും പതിച്ചിട്ടുണ്ടാകാമെന്ന് പറയുന്നു. ആ താഴെ ഭാഗം മുഴുവൻ അവിടെ കൂടി നിന്ന ആളുകളുടെ സഹായത്തോടെ ഉദ്യോഗസ്ഥർ അരിച്ചു പെറുക്കുകയാണ്. അങ്ങനെ അരിച്ചു പെറുക്കിയിട്ടും ഈ താക്കോൽ കൂട്ടം കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനിടയിലാണ് ഇയാൾ മാറി നിന്ന് ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ തന്നെ തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ പോലീസ് നടപടി ആരംഭിക്കുകയും രതീഷിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാൻ കുര്യൻ നൽകിയത്. ഇടവേളയിലേക്ക് പോകുമ്പോൾ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യുന്നവർ ആണ് ഇവർ. അവരെ കബളിപ്പിക്കുക എന്നത് ഒരു മനോവൈകൃതം തന്നെയാണ്. ആ മനോവൈകൃതത്തിൽ നിന്ന് പ്രേക്ഷകരെങ്കിലും മാറി നിൽക്കട്ടെ. ഇടവേള.